ചില ദിവസം രാത്രിയൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ടോ? ഇന്നത്തെ ദിവസവും തീർന്നു, അല്ലെങ്കിൽ ഈ ആഴ്ചയും തീർന്നു, കുറച്ച് ദിവസമായി ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കണം, ഒന്നും നടക്കുന്നില്ല, അങ്ങനെ വിചാരിക്കാറുണ്ടോ? ലൈഫ് എന്തെങ്കിലും ഒന്ന് ചെയ്തൊന്ന് ശരിയാക്കണം, ഇമ്പ്രൂവ് ചെയ്യണമെന്ന് കുറച്ച് ആഗ്രഹം ഉണ്ടാവും. കുറച്ചല്ല, നല്ല ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ? ആ ഒരു അവസ്ഥയിലുള്ളപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്? എന്ത് ചെയ്താൽ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ പറ്റും? നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ എവിടെയാണ് നമ്മൾ ഒന്ന് പിടിക്കേണ്ടത്? അത് മനസ്സിലാക്കണമെങ്കിൽ കുറേ എക്സ്പീരിയൻസസും കുറേ മണ്ടത്തരങ്ങളൊക്കെ ചെയ്യണം ജീവിതത്തിൽ. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള 8 പോയിൻറ്റ്സ് എനിക്ക് പറയാനുണ്ട്. ഇത് വെറുതെ ഒരു മോട്ടിവേഷണൽ വീഡിയോ ഒന്നുമല്ല, വളരെ സോളിഡ് ആയിട്ടുള്ള സ്റ്റെപ്സാണ്. ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം എന്താണെന്നറിയോ? ഒറ്റ രാത്രി കൊണ്ട് വരുത്താൻ പറ്റുന്ന കുറച്ച് മാറ്റങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ജീവിതം ആകെ ഒരു ദിവസം കൊണ്ട് മാറി മറിയുന്ന മാറ്റം. ഒരു ലോട്ടറി ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ? അങ്ങനെ ലോട്ടറി അടിച്ച മിക്ക ആൾക്കാരും ആ പഴയ അവസ്ഥയിലേക്ക് അവരുടെ ലൈഫ് തിരിച്ചു പോകാറുണ്ട് അല്ലേ? എത്രയും പെട്ടെന്ന് അവർ എങ്ങനെയായിരുന്നോ ആ അവസ്ഥയിലേക്ക് പോകും. വളരെ അപൂർവം ചിലർ മാത്രമേ അവരുടെ ലൈഫ് പിന്നീടുള്ള മുഴുവൻ കാലത്തേക്കും ആ മാറ്റം നിലനിർത്താൻ അവർക്ക് പറ്റിയിട്ടുള്ളൂ അല്ലേ? ബാക്കി എല്ലാവരും ഏതവസ്ഥയിലായിരുന്നോ അങ്ങോട്ടേക്ക് തന്നെ വേഗം തിരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളൊക്കെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, മാറ്റങ്ങൾ ഒരു ദിവസം വന്നിട്ട് പിറ്റേ ദിവസം പോകുന്നതല്ലാണ്ട് എല്ലാ ദിവസവും നമ്മുടെ കൂടെ ഈ മാറ്റങ്ങൾ, ഈ ചേഞ്ചസ് നിലനിർത്തണമെങ്കിൽ അത് ഒറ്റ ദിവസം കൊണ്ട് വരുത്തുന്ന ഒരു മാറ്റമാണെങ്കിൽ അത് മിക്കവാറും നിലനിൽക്കാറില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഒരു ദിവസം കൊണ്ട് ചേഞ്ച് വരുത്താൻ പറ്റില്ല. അങ്ങനെ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കില്ല. അപ്പോൾ ഈ ചേഞ്ച് നിലനിർത്തിയിട്ടുള്ള ടൈപ്പ് ആൾക്കാരെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ലോട്ടറി എടുക്കാണ്ട് ആ അവസ്ഥയല്ല ഞാൻ പറയണത്. സ്ഥിരമായിട്ട് ഓരോന്ന് ചെയ്ത് മാറ്റങ്ങൾ പതുക്കെ കൊണ്ടുവന്ന ആൾക്കാരെ കുറിച്ച്. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ? കിട്ടാൻ ചാൻസ് ഇല്ല. അതെന്താ കാരണം എന്നറിയോ? ഒരു ദിവസം കൊണ്ട് അവർ മാറിയത് നമ്മൾ അറിയില്ല. അവർ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ രാത്രി ഇരുന്ന് ഈ പൊന്നൊക്കെ ഉരുക്കി ഉണ്ടാക്കുന്ന പോലെ അവരുടെ ലൈഫ് അവർ പതിയെ ഊതി ഉണ്ടാക്കിയതാണ്. കഷ്ടപ്പാട് കുറേ കാലങ്ങളോളം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ മാറ്റങ്ങൾ വളരെ ചെറുതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കാണാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ചേഞ്ചായ ആൾക്കാർ നമ്മുടെ മുമ്പിൽ കുറേ ഉണ്ട് അല്ലേ? സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ട് അത്യാവശ്യം നല്ല നിലയിൽ എത്തിയ ആൾക്കാർ എന്ന് വെച്ചാൽ അച്ഛനമ്മയൊന്നും സിനിമാ മേഖലയിലല്ലാത്ത ആരെങ്കിലുമൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ്സുകാർ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിച്ച് അങ്ങനെ ഉയർന്ന നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാളുടെ മുഖം നിങ്ങൾ ഓർത്ത് നോക്കിയേ. ഉടനെ തന്നെ അവരങ്ങനെ ആവാൻ കാരണം എന്തൊക്കെയാണ്? ഒന്നില്ലെങ്കിൽ അവർ കൂടോത്രം ചെയ്തു, അല്ലെങ്കിൽ ഇല്ലുമിനാറ്റി വന്ന് അവരെ ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും വളരെ മോശം കാര്യം ചെയ്ത് അല്ലേ, അധോലോകമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവണമെന്ന് ഒരു കഥ ഉണ്ടാവും. അപ്പോൾ വേറൊരു കാരണം നമുക്കതിൻ്റെ പുറകിൽ കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മളെന്ത് പറയും? അത് തന്നെയായിരിക്കും അല്ലേ, കൂടോത്രം തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇല്ലുമിനാറ്റി തന്നെയായിരിക്കും ഇത് ചെയ്തു കൊടുത്തത്. ഈ തടാകങ്ങളിലൊക്കെ താറാവുകൾ നീന്താൻ കണ്ടിട്ടുണ്ടോ? വളരെ കാമായിട്ട് ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കും. പക്ഷെ വെള്ളത്തിനടിയിൽ സംഭവിക്കണമെന്ന് അറിയോ? അവരെ കാലിട്ട് ഭയങ്കരമായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പുറമെ ഇതൊന്നും കാണില്ല അല്ലേ? എന്ത് സുഖമായിട്ടാണ് താറാവ് നീന്തിക്കൊണ്ടിരിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ കുറേ സ്ട്രഗിൾസ് അവർ ബിഹൈൻഡ് ദ കേർട്ടൻ ചെയ്തുകൊണ്ടാണ് പുറത്ത് ഇങ്ങനത്തെ ഒരു ലൈഫ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് സാധാരണക്കാരുടെ വിശ്വാസം. അങ്ങനെയൊന്നും ഒരാൾക്ക് നന്നാവാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ലോട്ടറി അടിക്കണം, അല്ലെങ്കിൽ ദൈവം നേരിട്ട് വന്നിട്ട് സാധനം എന്തെങ്കിലും കൊടുക്കണം, എന്നാലേ ആൾക്കാർ നന്നാവുമെന്നാണ് നമ്മുടെ ഒരു ജനറലി ഉള്ള ആൾക്കാരുടെ ഒരു വിശ്വാസം കണ്ടിരിക്കുന്നത്. എന്നാൽ ആ മൈൻഡ് സെറ്റ് അല്ലാണ്ട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും, എഫേർട്ട് എടുത്താൽ വ്യത്യാസം ഉണ്ടാവും, അങ്ങനെയൊക്കെ വിശ്വസിച്ച് അതിൻ്റെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയും അല്ലേ? ഒരു ഇങ്ങനെ പറ്റൂ എന്നുള്ള മൈൻഡ് സെറ്റ് അല്ലാണ്ട് ചേഞ്ചസ് വരുത്താൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആൾക്കാർ അവരുടെ ജീവിതത്തിൽ അവർക്ക് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ആ മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹാർഡ് വർക്ക് അല്ലേ, ഒരു വൃത്തിയായിട്ട് വാക്കാൻ തോന്നുന്നുണ്ടോ? ഈ ഹാർഡ് വർക്ക് എന്നുള്ള വാക്ക് ഞാൻ പറയുമ്പോൾ യു ഷുഡ് വർക്ക് ഹാർഡ്, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് പേസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിൽ തോന്നാറ്? ഇപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ എന്താ നിങ്ങൾക്ക് മനസ്സിൽ തോന്നണേ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിൽ ഹാർഡ് വർക്കിനെ കുറിച്ച് തോന്നുന്നതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ്. ഇപ്പോൾ ഈ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ എന്നെക്കൊണ്ടൊന്നും അത് സാധിക്കില്ല എന്നൊരു ഫീലിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും മാറ്റങ്ങൾ വരില്ല,
ഹാർഡ് വർക്ക് ഒന്നുമല്ല. ആരെങ്കിലുമൊക്കെ കനിയണം എന്ന് തന്നെ വിചാരിച്ച് നമ്മൾ, അല്ലെങ്കിൽ ലക്ക് ഉണ്ടാവണം, ലക്ക് അതൊരു ഇമ്പോർട്ടൻറ്റ് വാക്കാണ്, ലക്കൊക്കെ ഉണ്ടാവണം എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ലൈഫ് അങ്ങനെ മാറാൻ കുറച്ച് പാടാണ്. ഇപ്പം നമ്മൾ എവിടെ ഇരിക്കണേ, അവിടെ തന്നെ നമ്മളുണ്ടാവും. ഒരു 10 വർഷം കഴിഞ്ഞാലും 20 വർഷം കഴിഞ്ഞാലും ഒക്കെ നമ്മൾ അവിടെ ഉണ്ടാവും. പക്ഷെ കൂടെയുള്ള ആൾക്കാരൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിലും നമുക്ക് തോന്നുന്നു നമ്മൾ കുറേ പുറകിലായി പോയിന്ന്. അപ്പോൾ ഈ മൈൻഡ് സെറ്റ് അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാൻ ഈ ഇൻട്രൊഡക്ഷനിൽ പറയണം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് എന്ന് ഞാൻ പറയുന്ന ഫസ്റ്റ് പോയിൻ്റാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇത് നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യണതാണ്. നമുക്ക് ഹാർഡ് വർക്ക് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ എന്താ വരേണ്ടതെന്നറിയോ? നമുക്ക് പറ്റുന്ന പോലെ അധ്വാനിക്കുക. ആ അധ്വാനിക്കുമ്പോൾ കുറച്ചുകൂടെ ചെയ്യാൻ പറ്റുമോ, കുറച്ചുകൂടെ ഇൻപുട്ട് ഇടാൻ പറ്റുമോ? അപ്പോൾ കുറച്ചുകൂടെ ഇടാം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം കുറച്ചായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അങ്ങനെയാണ് ഹാർഡ് വർക്കിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണ്, വരുത്താൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഈ ഹാർഡ് വർക്കിലൊന്നും ഒരു കാര്യമില്ല, അതിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിലോ, അതും ശരിയാണ്. ഹാർഡ് വർക്കിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. ഇത് ഒരു ഫേമസ് കോട്ടുണ്ട്. നമ്മൾ എന്ത് വിചാരിക്കുന്നു അത് സത്യമാണ്. പറ്റുമെന്ന് വിചാരിച്ചാൽ അത് സത്യമാണ്, പറ്റില്ല എന്ന് വിചാരിച്ചാൽ അതും സത്യമാണ്. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റാക്കണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റാക്കണം. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ പാടായിരിക്കും. നമുക്കറിയില്ല എന്താ ചെയ്യേണ്ടത്, നമുക്കറിയില്ല എങ്ങനെയാണോ ചെയ്യേണ്ടത്, എങ്ങനെ എളുപ്പത്തിൽ ചെയ്യേണ്ടത് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ചെയ്താണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത് ആ കാര്യത്തിൽ ഞാൻ പറയണേ. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റഡീസിൽ, അല്ലെങ്കിൽ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാംസൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലിയിൽ വർക്ക് ചെയ്യാം, ആ ജോലി നിങ്ങൾക്ക് കുറച്ച് പാടാണ്, അപ്പോൾ അതെങ്ങനെ എളുപ്പമാക്കാം എന്നുള്ള കാര്യങ്ങൾ ആദ്യം കണ്ടുപിടിക്കണമെങ്കിൽ അത് പണി നമ്മൾ ചെയ്യണം, ബുദ്ധിമുട്ടി തന്നെ ചെയ്യണം. പിന്നെ നമ്മളിതിൽ ചെറിയ ചെറിയ ടിപ്സ് നമുക്ക് തന്നെ പറ്റും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് എളുപ്പമാണ്, ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ കാര്യം കുറച്ചുകൂടെ എളുപ്പമാണ്. മനസ്സിലായോ? അതാണ് ഞാൻ പറയണത്. ഹാർഡ് വർക്ക് ഇനീഷ്യലി ടഫാണ്. പക്ഷേ ഈ ആറ്റിറ്റ്യൂഡ് കറക്റ്റായിട്ടുള്ള ആൾക്കാർ, നല്ല മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്ക് കുറച്ച് കഴിയുമ്പോൾ ഹാർഡ് വർക്ക് അഡിക്റ്റീവ് ആവും. അഡിക്റ്റീവ് ആവുമെന്ന് വെച്ചാൽ എനിക്കത് ചെയ്തേ പറ്റും, എനിക്ക് ഇനി അധ്വാനിക്കണം, അങ്ങനെ ഒരു ഫീലിംഗ്, അഡിക്ഷൻ വരും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വിചാരിക്കണ്ടാവില്ലേ, അത് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരാളുടെ കഥ പറയാം. എൻ്റെ കഥയല്ല, എൻ്റെ കഥ ഒന്നുമല്ല, ഞാൻ സാധാരണ ആളല്ലേ. ഞാൻ വേറൊരാളെക്കുറിച്ച് പറയാം. ആളുടെ പേര് ബെൻ അണ്ടർവുഡ്. ആരാണ് ഈ ബെൻ അണ്ടർവുഡ് അല്ലേ? ഇനി നിങ്ങൾ ഇയാളെക്കുറിച്ച് മറക്കില്ല ഞാൻ ഇയാളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. ബെൻ അണ്ടർവുഡ് അമേരിക്കയിൽ ജനിച്ച ഒരു കുട്ടിയായിരുന്നു. ആൾക്ക് 3 വയസ്സായപ്പോൾ ആൾക്ക് രണ്ട് കണ്ണിലും ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഒന്നുമില്ലെങ്കിൽ കീമോ ചെയ്യണം, അല്ലെങ്കിൽ കണ്ണുകളെടുത്ത് മാറ്റണം എന്നുള്ള 2 ഓപ്ഷൻസ് ഈ കുട്ടിയുടെ അമ്മയുടെ മുമ്പിലുണ്ടായി. 3 വയസ്സുള്ളൂ കേട്ടോ, ചെറിയ കുട്ടിക്ക് ഇത് വന്നിട്ട് നിൽക്കുക. ആ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചത്. ഈ അമ്മ എന്ത് ചെയ്തു എന്നറിയോ? ആ കുട്ടിയുടെ 2 കണ്ണുകളും ശസ്ത്രക്രിയ ചെയ്ത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തു. അപ്പോൾ കുട്ടി ബ്ലൈൻഡായി. കീമോ ചെയ്യണേക്കാളും ഇതാണ് നല്ലതെന്ന് അവൻ്റെ അമ്മയ്ക്ക് തോന്നിയിട്ട് അവരത് ചെയ്തു. അപ്പോൾ ഈ കുട്ടി 3 വയസ്സായ കുട്ടികൾക്ക് സംസാരിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അവർ ഈ സർജറി കഴിഞ്ഞിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് കാണുന്നില്ല, കണ്ണ് കാണുന്നില്ല എന്ന്. അപ്പോൾ അവൻ്റെ അമ്മ എന്ത് പറഞ്ഞെന്നറിയോ? നിനക്ക് കാണും, നിനക്ക് കണ്ണ് കാണാം, നീ നിൻ്റെ കൈ വെച്ചിട്ടും അങ്ങനെയൊക്കെ നിനക്ക് ഓരോന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ, അതാണ് കാഴ്ച, നിനക്ക് കാഴ്ചയുണ്ട്, കാഴ്ചയില്ലാന്ന് നീ പറയരുത്, നിനക്ക് കാഴ്ചയുണ്ട്, നിനക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവനെ തളർത്തിയില്ല, അവനെ പ്രോത്സാഹിപ്പിച്ചു, നിനക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. അമ്മ കള്ളം പറഞ്ഞാണോ? അല്ല, അവൻ്റെ അമ്മ പറഞ്ഞത് അവൻ പാടെ വിശ്വസിച്ചു. ഈ ബെൻ എന്ത് ചെയ്തു എന്നറിയോ? ബെന്നിന് കാഴ്ചയില്ലെങ്കിലും കാണാൻ പറ്റുമായിരുന്നു. ഇതൊരു കെട്ടുകഥയൊന്നുമല്ല, നിങ്ങൾ യൂട്യൂബിൽ പോയി നോക്കി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് കാണാൻ പറ്റും. വേറെ കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് ഡോക്യുമെൻ്ററീസും ഒക്കെ ചെയ്തിട്ടുണ്ട്. പലർക്കും പ്രചോദനമാണ് ബെന്നിൻ്റെ കഥ. അപ്പോൾ ആൾക്ക് ശരിക്കും കണ്ണുകളില്ല, നഷ്ടപ്പെട്ടു. പക്ഷേ ആൾ എക്കോ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്ത് ആൾക്ക് കണ്ണില്ലെങ്കിലും കാണാനുള്ള ആ ശക്തി ഉണ്ടാക്കി. അത് തന്നെയാണ് ആ വേർഡ്, ഉണ്ടാക്കി, കാഴ്ച ഉണ്ടാക്കി. എന്നുവെച്ചാൽ
നമ്മൾ ഈ സാധനങ്ങളൊക്കെ, നമ്മുടെ മുമ്പിലുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതിലൊക്കെ നമ്മൾ സൗണ്ട് തട്ടിയിട്ട് ആ സൗണ്ട് തിരിച്ചു വരുമ്പം ആ ഇരിക്കുന്ന വസ്തു ഏത് വസ്തുവിൽ തട്ടിയിട്ടാണ് സൗണ്ട് തിരിച്ചു വന്നതെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ടെക്നിക്ക് ഈ ബെൻ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ കുറച്ച് ആൾക്കാർ അങ്ങനെ ഡെവലപ്പ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ ബെൻ ഒരു സാധാരണ കാഴ്ചയുള്ള ആൾ എന്തൊക്കെ ചെയ്യണോ ആ പരിപാടികളൊക്കെ ചെയ്യും ആൾ. ഇപ്പം ഇല്ല കേട്ടോ, ബെൻ മരിച്ചുപോയി. പക്ഷേ ബെൻ നമുക്ക് വലിയൊരു പ്രചോദനമാണ് അല്ലേ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ബെന്നെ കുറിച്ച് ചിന്തിക്കണം. 2 കണ്ണുകളും ശസ്ത്രക്രിയ കൊണ്ട് റിമൂവ് ചെയ്ത ഒരു 3 വയസ്സുകാരൻ കുട്ടിക്ക് കണ്ണുകളില്ലാണ്ട് കാഴ്ചശക്തി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കഴിവുള്ള നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റില്ല. അത് അത്രയും സിമ്പിളാണത്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അത് ശരിയാണ്. അതിൻ്റെ ആ പ്രശ്നം മനസ്സിലായോ? നമ്മൾ വിശ്വാസം തെറ്റിപ്പോയാൽ സംഭവം നടക്കില്ല, വിശ്വാസം ശരിയായാൽ സംഭവം നടക്കും. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു പവർ മനസ്സിലായോ? നമ്മൾ നമ്മുടെ കഴിവുകളിൽ വിശ്വാസം ഉണ്ടാവണം. നമ്മുടെ കഴിവ് എന്ന് പറയുന്നത് നമ്മൾ അഹങ്കരിക്കുകയല്ല, പക്ഷെ മനുഷ്യൻ എന്നുള്ള ആ ഒരു ജീവിക്കുള്ള പവർ അത് നമ്മൾ കാണാണ്ട് പോരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എപ്പോഴേലും സെൽഫ് ഡൗട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, ബെൻ അണ്ടർവുഡ്. ആ വിക്കിപീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പേജ് എടുത്തിട്ട് ആളെക്കുറിച്ച് ഇത്തിരി വായിച്ചു നോക്കുക. അപ്പോൾ ഈ ഗാന്ധിജിയുടെ ടെലിസ്മാനിൽ പറയുന്ന പോലെ വിൽ ഫൈൻഡ് അവർ സെൽസ് ആൻഡ് ഡൗട്ട്സ് മെൽറ്റിംഗ് അവേ. ഇപ്പോൾ നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വാസമുണ്ട്, പക്ഷേ എന്ത് ചെയ്തിട്ടും സംഭവം വർക്ക് ആവുന്നില്ല അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണം, അത് വർക്ക് ആവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് നമുക്ക് എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അതിൽ ക്ലാരിറ്റി വേണം. ഈ തോട്ട്സിൽ ക്ലാരിറ്റി ഇല്ലാണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മുടെ പ്രശ്നം എന്നുള്ളതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കാര്യങ്ങൾ അപഗ്രഥിക്കണം, അനലൈസ് ചെയ്യണം. അത് നിർബന്ധമാണ് കേട്ടോ. അത് നമ്മൾ വീഡിയോസ് കണ്ടിരുന്ന് നമുക്കൊരു കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ ഒരു ചിന്തകൾ വരും, എന്തായിരിക്കും പ്രശ്നം എന്നൊക്കെ. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കണം. ഈ തലയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും കൊണ്ടുനടക്കാൻ പറ്റില്ല. നമ്മുടെ കുറേ തോട്ട്സ് ഇങ്ങനെ വരുമല്ലോ നമ്മുടെ തലയിൽ. ഇതെല്ലാം ചിലപ്പോൾ നമുക്കൊരു പുതിയ ഐഡിയ ഉണ്ടാവും, ഇതൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പം വിട്ടുപോകും, അല്ലെങ്കിൽ അത് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റില്ല തലയിൽ. അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ എഴുതി വെക്കണം. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അതൊക്കെ എഴുതി വെക്കുക. എവിടെയൊക്കെയാണ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് എഴുതി വെക്കുക. ഏതൊക്കെയാണ് റോഡ് ബ്ലോക്ക്സ്, ഏതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ഓവർകം ചെയ്യേണ്ടത്, അതൊക്കെ എഴുതി വെക്കുക. ഇതെല്ലാം എഴുതി വെക്കണം. എന്നിട്ട് നമുക്ക് പ്രോബ്ലംസ് ഉള്ളത് ചെറുതായിട്ട് അതിന് മാറ്റാനുള്ള മെത്തേഡ്സ് എന്തൊക്കെ ചെയ്താലാണ് ഈ പ്രോബ്ലംസ് മാറുക അതും എഴുതി വെക്കണം. എന്ന് വെച്ചാൽ സൊല്യൂഷൻസ്. മിക്കവാറും സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പെട്ടെന്ന് ഒരു വലിയൊരു സ്റ്റെപ്പ് അല്ലേ ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ. അങ്ങനത്തെ സൊല്യൂഷനിലേക്ക് നിങ്ങൾ ചിന്ത പോകരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ആണ് ഏറ്റവും വലിയ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു പോയിന്റിനെ കുറിച്ച് പറഞ്ഞൊരു ബുക്കാണ് ആറ്റോമിക് ഹാബിറ്റ്സ്. ഇതിനെക്കുറിച്ച് ഞാനൊരു ബുക്ക് റിവ്യൂ ഇട്ടിരുന്നു. ആറ്റോമിക് ഹാബിറ്റ്സ് വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വായിക്കുക. അത്രയും നല്ലൊരു പുസ്തകമാണ്. ഈ സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ബുക്സൊക്കെ ചിലപ്പോൾ അതിങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ഹൈ കിട്ടും, പിന്നെ അത് കഴിഞ്ഞ് എല്ലാം കൂടെ പോകില്ലേ, അങ്ങനെ ഒരു സംഭവം അല്ലേ. പക്ഷേ ആറ്റോമിക് ഹാബിറ്റ്സ് അങ്ങനത്തെ ഒരു ബുക്കല്ല കേട്ടോ. ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ബുദ്ധിമുട്ടായപ്പോൾ അതെങ്ങനെ ഓവർകം ചെയ്തത്, അതിന് അയാൾ ലേൺ ചെയ്ത ലെസൺസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒട്ടും പൊടിപ്പും തോന്നലൊന്നും ഇല്ലാണ്ട് വളരെ പച്ചയ്ക്ക് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ്. അയാളുടെ ജീവിതം വളരെ കഷ്ടപ്പാടാണ്, പക്ഷെ അത് ഓവർകം ചെയ്തതിൻ്റെ ആ രീതിയും അയാളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അത് കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നതിൽ മിക്ക കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അതിൽ വരുന്നൊരു വലിയ പോയിൻ്റാണിത്. ഒരു ചെറിയ കാര്യം, ഒരു ടൈനി ചേഞ്ചില്ലേ, ഏറ്റവും ചെറിയ ചേഞ്ച് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും വരുത്തുന്ന ടൈനി ചേഞ്ച് ആയിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വ്യത്യാസം കൊണ്ടുവരിക. ചില സമയത്ത് നമ്മളിങ്ങനത്തെ ഒരു ചെറിയ നമുക്കറിയാം ഈ മാറ്റങ്ങൾ നമ്മളെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുമെന്ന്, പക്ഷേ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കാണാൻ പറ്റില്ല, അത്രയും ഒബ്വിയസ് ആയിരിക്കില്ല അല്ലേ. നമുക്ക് ഇതിങ്ങനെ ചെയ്തപ്പോൾ ഇത് നന്നായി, ഒരു ടേബിൾ വാങ്ങിച്ചപ്പം ഇരുന്ന് പഠിക്കാൻ ഒരു സ്ഥലമായി എന്ന് പറയുന്ന പോലെ ഒരു മാറ്റം നമുക്കത് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ ഷോപ്പ് ചെയ്യാൻ നിൽക്കുക. എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ ഒരു സാധനം വാങ്ങിക്കാമെന്ന് വിചാരിക്കും. കാരണം സാധനം വാങ്ങിക്കുമ്പോൾ ഒരു സാധനമുണ്ട്, നമുക്ക് ആ സാധനം ഉപയോഗിക്കാം, അപ്പോൾ അതൊരു മാറ്റമല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഏറ്റവും വലിയ ചേഞ്ച് വരിക നിങ്ങളുടെ ചെറിയ ചെറിയ ഹാബിറ്റ്സിലാണ്. നിങ്ങൾക്ക് അറിയാം അതെന്തൊക്കെയാണ് ഹാബിറ്റ്സ്, നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഹാങ്ങിൻ്റെ ഞാൻ പറയാം. പക്ഷേ ആദ്യം ഞാൻ പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് നമ്മുടെ ജീവിതത്തിൽ ആ വ്യത്യാസം കൊണ്ടുവരിക. അപ്പോൾ അതും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അല്ലാതെ വലിയൊരു സാധനം നിങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ വലിയൊരു സ്ഥലത്തേക്ക് പോവുക, അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക, നമുക്ക് വളരെ ഡ്രാസ്റ്റിക്കായിട്ട് ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ വരുത്താം. പക്ഷേ ഞാൻ പറയണത് അതല്ല ഏറ്റവും അടിസ്ഥാനം ഡിഫറൻസ് വരുത്തണമെങ്കിൽ. ടൈനി ഹാബിറ്റ്സ് ആണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡിഫറൻസ് വരുത്തുക. അതും ഈ ടൈനി ഹാബിറ്റ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ചേഞ്ച് നമ്മൾ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ലോങ് ടേമിൽ ഏറ്റവും അധികം വരുത്തുക ആ ചേഞ്ചസ് ആണ്. ആ ടൈനി ചേഞ്ചസിലുള്ള ഡിഫറൻസ് ആണ് ലോങ് ടേമിൽ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുക. ഇനിയൊരു പ്രശ്നമുള്ളത് ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ റോങ് ആയിട്ടുള്ള ഒരു പ്രശ്നം അതാണ് റിയൽ പ്രശ്നം എന്ന് വിചാരിച്ചിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കണോണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണ് കേട്ടോ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ആ എക്സാമ്പിൾസ് പറയുമ്പോൾ. ഇപ്പോൾ ഒരാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഇത് മിക്ക ആൾക്കാരുടെ ഒരു കോമൺ പ്രോബ്ലമാണ്. ഉടനെ അവർ എൻ്റെ അടുത്ത് വന്ന് പറയുക, എനിക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ഒരാൾ വേണം, എനിക്കൊരു ദിവസം ഒരു അരമണിക്കൂർ വെച്ചിട്ട് എന്നോട് സംസാരിക്കാൻ പറ്റുമോ? ഇതിനെക്കുറിച്ച് ഇത് മാത്രം പറഞ്ഞിട്ട് എത്ര ഇമെയിൽസ് എനിക്ക് കിട്ടാറുണ്ടെന്നറിയോ? എന്നാൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഒരാളിരുന്ന് അരമണിക്കൂർ പഠിപ്പിച്ച് റെഡിയാവുന്ന പ്രശ്നമല്ലത് അവിടെ. അവർക്കൊരു ഡ്രാസ്റ്റിക് ചേഞ്ച്, അവർ വിചാരിക്കുന്ന സൊല്യൂഷൻ ഇതാണ്. അതല്ല സൊല്യൂഷൻ. ആദ്യം നമ്മുടെ ബേസിക്സ് ക്ലിയർ ആണെന്ന് നോക്കുക, സെൻറ്റൻസ് മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നുള്ള സെൻറ്റൻസിന് വൈ ഇറ്റ് ഹാപ്പൻഡ് എന്നൊക്കെ പറയാൻ നമ്മൾ പഠിച്ചാൽ അത് തെറ്റാണ്. വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ അങ്ങനെയാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ആ സെൻറ്റൻസുകൾ കറക്റ്റായിട്ട് ഉണ്ടാക്കാനുള്ള ബേസിക്സ് ഇല്ലാതെ അരമണിക്കൂർ എൻ്റെ അടുത്ത് എല്ലാ ദിവസവും സംസാരിച്ചിട്ട് എന്ത് കാര്യം? എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും ഇന്നതാണ് തെറ്റ്, ഇന്നത് ശരിയാണ് എന്ന് പറഞ്ഞാൽ അവർ പഠിക്കുമോ? ഇല്ല. നമ്മുടെ മിസ്റ്റേക്കുകൾ നമ്മൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വരുന്ന മിസ്റ്റേക്സ് എല്ലാ ദിവസവും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരു പാറ്റേൺ കിട്ടും. എവിടേക്കാണ് നമുക്ക് പ്രശ്നം, ഏത് ടെൻസാണ് നമുക്ക് പ്രശ്നം, അതിൽ നമ്മൾ വർക്ക് ചെയ്ത് ആ ബേസിക്സ് കറക്റ്റ് ആക്കിയാൽ പതുക്കെ പതുക്കെ ഓരോരോ സെൻറ്റൻസ് ഉണ്ടാക്കാനും സംസാരിക്കാനും അല്ലെങ്കിൽ കിട്ടുന്ന അവസരങ്ങൾ, അല്ലെങ്കിൽ ഷാഡോയിങ് ആൾക്കാരില്ലെങ്കിലും ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ ആൾക്കാരുണ്ടെങ്കിലേ പഠിക്കാൻ പറ്റുള്ളൂ ഇംഗ്ലീഷ് എന്നൊക്കെ ചില ആൾക്കാരൊന്ന് പറയാറുണ്ട്. എല്ലാവർക്കും അങ്ങനെയല്ല. ഞാൻ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ മുഴുവൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടല്ല ഇംഗ്ലീഷ് പഠിച്ചത്. ചുറ്റുമുള്ളവർ ഫുൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരു ഇമേഷൻ എന്നിട്ടുള്ളൊരു അവസ്ഥ വരും. നമുക്ക് ഇംഗ്ലീഷ് പറയാണ്ടൊരു നിവൃത്തിയില്ല എന്ന് പറയും. അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ മലയാളികൾ ഈ UK പോയിട്ട് എല്ലാവരും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണ്ടോ? UK എന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അവരുടെ ചുറ്റും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരില്ലാഞ്ഞിട്ടാണോ? നമ്മുടെ പ്രോബ്ലം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെ പ്രോബ്ലംസ് വ്യത്യാസമായിരിക്കും. ചിലവർക്ക് ഗ്രാമറും ബേസിക്സ് അതൊക്കെ അറിയാം. അങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ. അവർക്ക് എൻ്റെ ലെവൽ ടെസ്റ്റ് എടുക്കാറുണ്ട് അവർ. അപ്പോൾ നോക്കുമ്പോൾ അവർക്ക് ഫുൾ ഒരു പ്രശ്നമില്ല, ബേസിക്സ് എല്ലാം സൂപ്പറാന്ന് പറയും. പക്ഷെ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അവരുടേതായ വേറെ ടെക്നിക്സും കാര്യങ്ങളും വേണം. എന്നാൽ എല്ലാവരും അപ്ലൈ ചെയ്യുന്ന ഒറ്റ ടെക്നിക്ക് എന്താ? ഒരാളോട് വിളിച്ച് കുറേ നേരം ഇംഗ്ലീഷ് സംസാരിച്ച് ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നു. എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാണ്ട് സൊല്യൂഷൻ സജസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു വൺ സൊല്യൂഷൻ വിച്ച് ഫിറ്റ്സ് ഓൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പ്രോബ്ലം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ചില സമയത്ത് നമ്മൾ ആ പ്രോബ്ലം ഇതാണ് എന്ന് മനസ്സിലാക്കുന്നത് തെറ്റായിരിക്കും. പിന്നെ നമ്മൾ അവിടെ എത്ര വർക്ക് ചെയ്താലും നമുക്ക് റെഡിയാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ 2 പ്രോബ്ലംസ്, ഒന്ന് ആദ്യം പ്രോബ്ലം മനസ്സിലാക്കണം. രണ്ടാമത്തെ അതിനേക്കാളും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ചില ആൾക്കാർ ഇന്നതാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കി വെക്കും. അതായിരിക്കില്ല പ്രോബ്ലം. അപ്പോൾ നമ്മൾ എന്തിനാണ് വർക്ക് ചെയ്യണത്? ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷിൻ്റെ എക്സാമ്പിൾ തന്നതാണ്. നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിലെ പ്രശ്നം, അതിൽ നിങ്ങൾ ഈ 2 കാര്യങ്ങളും അനലൈസ് ചെയ്യണം. ഒന്ന്, ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളത് മനസ്സിലാക്കുന്നുണ്ടോ, എന്താണ് ഇവിടെ പ്രശ്നം, അത് ചെയ്യുന്നുണ്ടോ? രണ്ടാമത്, ഞാൻ ഈ പ്രശ്നം മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നില്ലേ, അത് തന്നെയാണോ പ്രശ്നം? മൂന്നാമത്, ഈ പ്രശ്നമൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്യണ്ടേ, ഈ പ്രശ്നം റെഡിയാക്കണ്ടേ? നമുക്കറിയാം എങ്ങനെയാണ് റെഡിയാക്കണ്ടേന്ന്. പ്രശ്നം മനസ്സിലാക്കിയാൽ എന്താ ചെയ്യണ്ടേ എന്നുള്ളത് അത്ര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലം ആയിരിക്കില്ല. പ്രശ്നം മനസ്സിലാക്കാണ്ടാണ് പലപ്പോഴും എന്താ ചെയ്യാന്നുള്ളത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ പ്രശ്നം മനസ്സിലാക്കിയാൽ പിന്നെ നമ്മളത് കുറച്ച് കാലം ഈ പ്രശ്നം ശരിയാക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഒറ്റ ദിവസം കൊണ്ട് ഈ പ്രശ്നം റെഡിയാക്കാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. സാധാരണ പ്രോബ്ലംസ് അങ്ങനെയാണ്. ഒരു ഫയലിലൊരു എറർ ഉണ്ടെങ്കിൽ അത് ദിവസം കൊണ്ട് ഫിക്സ് ചെയ്യാം. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളല്ല പറയണേ. നമുക്ക് എന്തെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യണം, അത് പറ്റുന്നില്ല, അപ്പോൾ നമ്മൾ എവിടെയോ സ്റ്റക്കായി നിൽക്കുക. ആ പ്രശ്നം നമ്മൾ മനസ്സിലാക്കി അതിൽ വർക്ക് ചെയ്യുന്നത് എല്ലാ ദിവസവും ഇത്തിരി സമയം അതിൽ സ്പെൻഡ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ? അതോ ഒരു ദിവസം ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് മതി, റെഡി ആവുന്നില്ല എന്ന് തീരുമാനിച്ചത്, എനിക്ക് പറ്റുന്നില്ല, പണിയല്ല എന്ന് തീരുമാനിച്ചോ? ഡിഡ് യു ട്രൈ ലോങ് ഇനഫ്?
ആവശ്യത്തിന് സമയം അതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഈ കാര്യങ്ങളിലെ നിങ്ങൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തതാണോ പ്രോബ്ലം? നിങ്ങൾ ആ പ്രോബ്ലം ശരിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വർക്ക് ചെയ്തോ? ആവശ്യത്തിന് സമയം, ഒരു ദിവസമല്ല ഞാൻ പറഞ്ഞത്, എല്ലാ ദിവസവും കുറച്ച് സമയം ഇരുന്ന് വർക്ക് ചെയ്തോ? എത്ര ദിവസം നിങ്ങൾ വർക്ക് ചെയ്തോ? ഒരു മാസം നിങ്ങൾ ശ്രമിച്ചോ? ഇതിലേതെങ്കിലും ഒന്ന് നോ ആണെങ്കിൽ അവിടെ നമ്മുടെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇതിലെ ഈ സ്റ്റെപ്സ് അത് റെഡിയാക്കണം. പ്രശ്നം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം, അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് അധ്വാനിക്കണം, കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് PSC പരീക്ഷ എഴുതണം, അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റ് എഴുതണം, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തിനാണെങ്കിലും ഈ ഒരു പാറ്റേൺ എല്ലാ പ്രോബ്ലത്തിലും അത് തന്നെ വരിക. പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക, ടു വർക്ക് ഓൺ ദ പ്രോബ്ലം കൺസിസ്റ്റൻ്റ്ലി. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നമുക്കിത് ശരിയാക്കാൻ പറ്റുമെന്നുള്ള മൈൻഡ് സെറ്റ് റെഡിയാക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്ന പ്രാക്ടിക്കൽ ടിപ്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അവിടെ സ്റ്റക്കാവും. അതുകൊണ്ടാണ് ഇത്രയും സമയത്ത് ഞാൻ ആദ്യത്തെ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. ബാക്കിയൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഈ പോയിന്റ് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ മൈൻഡ് സെറ്റും. എന്താണ് പ്രോബ്ലം, അതാണോ പ്രോബ്ലം, ഡിഡ് ഐ വർക്ക് ഓൺ ഇറ്റ് ലോങ് ഇനഫ് കൺസിസ്റ്റൻ്റ്ലി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് അതിന് ഉത്തരം കൊടുത്ത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനി തുടർന്ന് കാണാം. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ക്ലിയറായി, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം. ഇനി നമ്മുടെ കുറച്ച് ലൈഫ് ഹാബിറ്റ്സ് ഉണ്ട്, അതൊന്ന് ചേഞ്ച് ആക്കിയാലേ ഇതൊക്കെ ചെയ്യണം, ഇതേതാണ് ചെയ്യേണ്ടത്, ഇത് ഇത്ര ദിവസം ചെയ്താൽ ശരിയാവും എന്നൊന്നും പറഞ്ഞിട്ട് ഇത് റെഡി ആവില്ല. അത്രയും നമുക്ക് അറിയാമെങ്കിൽ ഇത് റെഡി ആവാത്തതിന് കാരണം ഒന്ന്, നമുക്ക് ഡിസിപ്ലിൻ വേണം. ഇപ്പോൾ ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ പട്ടാളച്ചിട്ടൊന്നും നമുക്ക് വേണ്ട, അത്രയൊന്നും വേണ്ട. അതൊക്കെ എന്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പട്ടാളച്ചിട്ടൊക്കെ. നമ്മുടെ ലൈഫിനെ, ചെറിയൊരു ലൈഫിനെ തട്ടുമുട്ടും കൂടാതെ നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് നിന്ന് എത്തിക്കാനെങ്കിൽ കുറച്ച് ഡിസിപ്ലിൻ വേണം. അപ്പോൾ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പൊതുവേ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നൊരു മേഖല ഞാൻ പറഞ്ഞത്, എൻ്റെ ലൈഫിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ജനറലി ഒരു 7 മണി 8 മണി ആകുമ്പോൾ അല്ലേ നമ്മൾ സാധാരണ എണീക്കും. അങ്ങനെ അന്ന് രാവിലെ എണീറ്റ് സ്കൂളിലോ കോളേജിലൊക്കെ പോകണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ എന്താ പറയുക, റെഡി ആവേണ്ടതിന് തൊട്ട് മുമ്പായിട്ട് അങ്ങോട്ട് എണീക്കും. അല്ലാത്ത കേസിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണരേണ്ട സമയമാകുമ്പോൾ ഉണരും, ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അവിടെയാണ് നമ്മുടെ ഡേനെ നമ്മൾ അങ്ങോട്ട് കൊല്ലുന്നത്, തുടങ്ങുമ്പോഴേ അങ്ങോട്ട് കൊല്ലുന്നത് അപ്പോഴാണ്. വീട്ടിലെല്ലാവരും എണീക്കുന്നതിൻ്റെ ഒരു 30 മിനിറ്റ് മുമ്പ്, അരമണിക്കൂർ മുമ്പ് നമ്മൾ എണീക്കണം. വീട്ടിൽ ഇപ്പോൾ 6 മണിക്കോ 7 മണിക്കോ ആരെങ്കിലും എണീക്കുന്നുണ്ടെങ്കിൽ അതിന് അരമണിക്കൂർ മുമ്പ്. ഈ 5 മണിക്ക് എണീക്കുക, 4 മണിക്ക് എണീക്കുക, അതൊക്കെ നല്ലതാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതൊന്നും പ്രാക്ടിക്കലല്ല. നമ്മൾ എന്ത് സൊല്യൂഷൻ പറഞ്ഞാലും ഈ സൊല്യൂഷൻസ് ലോങ് ടേം അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സൊല്യൂഷൻ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തില്ല. അതുകൊണ്ടാണ് പറയണേ, നിങ്ങൾ സാധാരണ എണീക്കില്ലേ, അതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് എങ്കിലും എണീക്കുക. അപ്പം നിങ്ങളുടെ വീട്ടിൽ അമ്മ അങ്ങനെ ആരെങ്കിലും ഉണരുന്നുണ്ടെങ്കിൽ അവരെണീക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് എണീക്കാൻ ശ്രമിക്കാം. അതാണ് ഫസ്റ്റ് ടിപ്പ്. അത് നിങ്ങൾക്ക് പറ്റുന്നില്ല, അമ്മ ഈ 4 മണിക്ക് എണീക്കുകയാണെങ്കിൽ ടിപ്പ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായിട്ട് ദിവസം എണീക്കാറുള്ള സമയത്തിൽ അതിൻ്റെ അരമണിക്കൂർ മുമ്പ് എണീക്കുക. ഇനി എണീറ്റിട്ട് എന്ത് ചെയ്യും? ആദ്യം തന്നെ നമ്മൾ ബാത്റൂമിൽ പോകും അല്ലേ, എന്തും കൊണ്ടിട്ട്, ഫോണും കൊണ്ടിട്ട്. ഈ രാവിലെ ഫോൺ കുറേ നേരം ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം തന്നെ നമ്മുടെ ബ്രെയിൻ ഫ്രൈഡ് ആവും. അപ്പം ഞാൻ പറയണ ഫസ്റ്റ് പോയിന്റ്, ബാത്റൂമിൽ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകാതിരിക്കുക, അകത്ത് കയറ്റണ്ട കേട്ടോ. പകരം ഏതെങ്കിലും ഫിസിക്കൽ ബുക്ക് ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയണത് എന്തെങ്കിലും വായിച്ചില്ലെങ്കിൽ, അവിടെ പ്രൊഡക്റ്റീവായിട്ടൊന്നും നടക്കുന്നില്ലെങ്കിൽ ഒരു ബുക്ക് കൊണ്ടുപോകാം. ഇത് വേണമെങ്കിൽ നിങ്ങൾ ബാത്റൂമിൻ്റെ പുറത്ത്, ഇതിടയ്ക്ക് മറന്നു രാവിലെ എണീറ്റും ഫോൺ എടുത്ത്, ആ ശീലം അങ്ങനെ ആയിട്ടേ ബാത്റൂമിൻ്റെ പുറത്തൊരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചാൽ മതി, നോ ഫോൺസ് അലൗഡ്. ഓക്കെ, അപ്പോൾ ഒരു പുസ്തകം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളത് വായിക്കാം. അതിപ്പോൾ രാവിലെ തന്നെ എൻസൈക്ലോപീഡിയ ഒന്നും വായിക്കേണ്ട കാര്യമില്ല, ഏതെങ്കിലും പുസ്തകം എടുത്ത് വായിക്കാം. നമ്മളൊരു ഹാബിറ്റ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ടഫാണ്. അതിനേക്കാളും നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ആ ഹാബിറ്റ് വേറൊരു ഹാബിറ്റായിട്ട് റീപ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ ശരീരമൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ, ജിമ്മിലൊക്കെ പോകുന്ന ആളാണെങ്കിൽ ഞാൻ പറയുന്ന ഈ പോയിന്റ് സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം, ആരോഗ്യം ഒന്ന് റെഡിയാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിന് രാവിലെ എണീറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു നല്ലൊരു ചായ അല്ലെ, കടുപ്പത്തിൽ ഒരു ചായ കുടിക്കും അല്ലേ. അതിന് പകരം നിങ്ങൾ ഫ്രൂട്ട് ടീ കുടിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ടേ എന്ന് പറയും ജർമ്മനിൽ. പാലൊന്നും ഇല്ലാണ്ട് ചുമ്മാ ഈ ജീരകവെള്ളം പോലത്തെ സാധനങ്ങളില്ലേ, അങ്ങനത്തെ, പഞ്ചാരയൊന്നും ഇല്ലാണ്ട് കൂടുതൽ വെള്ളം തന്നെ, അങ്ങനത്തെ സാധനങ്ങൾ. ടീ ബാഗ്സ് കിട്ടില്ല നമുക്ക്, അല്ലെങ്കിൽ ഗ്രീൻ ടീ, അങ്ങനത്തെ സാധനം കുടിക്കാം. നിങ്ങളുടെ അടുത്ത് ഈ എന്താ പറയുക, മറ്റേ സാധനങ്ങളില്ലേ, ഷുഗറുള്ള നല്ല ചായയോ കാപ്പിയോ
പിന്നെ എന്തെങ്കിലും ബ്രെഡോ മുട്ടയോ അതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം ഇത്തിരി കൂടെ കഴിഞ്ഞിട്ട്. നിങ്ങൾ സാധാരണ കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും കഴിച്ചോളൂ. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പോൾ നമ്മൾ അരമണിക്കൂർ നേരത്തെ എണീറ്റുണ്ടല്ലോ, രാവിലെ ടീ കുടിക്കാം. ടീ ഒട്ടും താല്പര്യമില്ലെങ്കിൽ വെള്ളം ചൂടുവെള്ളം കുടിക്കാം. അപ്പോൾ അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ടീ ഒക്കെ കുടിക്കുമ്പം നമ്മുടെ മൊത്തം ഒരു സിസ്റ്റത്തിനൊരു മാറ്റം ഉണ്ടാവും. ഞാൻ പറയുന്നത് വെറുതെ അല്ല, നിങ്ങൾ ചെയ്ത് നോക്കിയോക്കോ. അത് നിങ്ങളുടെ സ്കിന്നും നല്ല ക്ലിയർ ആവും, പിന്നെ നിങ്ങളുടെ ഡൈജഷനും നന്നാവും. ടീ നമ്മൾ കൂടുതൽ കുടിക്കുന്നത് നല്ല കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ബേസിക് സ്ട്രെച്ചസ് ഒക്കെ ചെയ്യാം. നമ്മൾ ഈ രാത്രി ഇത്രയും നേരം കിടന്ന് ഉറങ്ങുമായിരുന്നില്ലേ അല്ലേ, 8 മണിക്കൂർ 9 മണിക്കൂർ കിടന്നുറങ്ങല്ലേ. അപ്പോൾ നമ്മൾ കൈയും കാലൊക്കെ ഒന്ന് റെഡിയാക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഉന്മേഷം വരും. അതിന് വേണ്ടിയിട്ടാണത് കേട്ടോ. അപ്പോൾ ബേസിക് സ്ട്രെച്ചസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാം. സാധാരണ ബേസിക് എക്സസൈസ്, കിടന്നിട്ട് വളഞ്ഞ് തലകുത്തി നിൽക്കുക, അങ്ങനത്തെ എക്സസൈസ് ഒക്കെ ചെയ്യാവുന്ന ആളാണെങ്കിൽ ചെയ്തോളൂ. അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ നിൽക്കരുത്. കാരണം നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുമ്പോൾ നമ്മുടെ അന്നത്തെ മോട്ടിവേഷൻ മുഴുവൻ തീരും. നമ്മൾ ചുമ്മാ ഒന്ന് കൈയൊക്കെ ഒന്ന് പൊന്തിക്കുക, കാലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി വയ്ക്കുക, ഒന്ന് നിവർന്ന് അങ്ങനെ നമ്മൾ മടങ്ങി നിവരൊക്കെ ചെയ്യില്ലേ. ബേസിക് ആയിട്ടുള്ള സ്ക്വാറ്റ്സ്, ലഞ്ചസ് അങ്ങനെയൊക്കെ ചെയ്യാം. കുറച്ച് സ്ട്രെച്ചസും ചെയ്യാം. അപ്പോൾ അതാണ് അത് കഴിഞ്ഞ് ചെയ്യേണ്ടത്. നമ്മൾ ടീ കുടിച്ചാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് ഒരു കടലാസ് എടുത്തിട്ട് ഒരു പേന എടുത്തിട്ട് ഇന്ന് എന്താണ് എനിക്ക് അച്ചീവ് ചെയ്യേണ്ടത്, എന്തെങ്കിലും ഒരു കാര്യം. നിങ്ങൾ കുറേ ദിവസമായിട്ട് ഇന്നൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവുന്നൊരു കാര്യമില്ലേ. ആ കാര്യം എപ്പോഴാണ് ചെയ്യേണ്ടത്, എത്ര മണിക്കൂറാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഡേ നമ്മുടെ പ്ലാൻ ചെയ്യാം. ഇന്ന് ഇത്ര മണിക്കാണ് എണീറ്റു, അപ്പോൾ ഇന്ന സമയത്ത് ഞാൻ ഇത് ചെയ്യാം അങ്ങനെ പറഞ്ഞിട്ട് ആ ഡേ പ്ലാൻ ചെയ്യാം. ആ ഡേയിൽ മുഴുവൻ സാധനങ്ങൾ കുത്തി നിറയ്ക്കരുത്. 1, 2, 3 കാര്യങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജീവിതത്തിൽ അന്ന് ചെയ്യേണ്ടതോ പഠിക്കേണ്ടതായ കാര്യങ്ങൾ ഒരു 3 മണിക്കൂറിലേക്കുള്ള പ്ലാൻ ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഭക്ഷണം കഴിക്കേണ്ട ആ കാര്യങ്ങൾ വരില്ലേ. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ പൊതുവെ നമ്മൾ സ്ട്രെസ് ഉള്ളപ്പോൾ നമ്മൾ ചെയ്യാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് സ്ട്രെസ് ഈറ്റിംഗ്. അങ്ങനെയാണ് ഭയങ്കരമായിട്ട് തടിയൊക്കെ നമ്മുടെ കൂടി വരുന്നത്. ഈ സ്ട്രെസ് ഈറ്റിംഗ് ഒരു കോമൺ ആയിട്ടുള്ള ഹാബിറ്റാണ്. ഹാബിറ്റ് ആവുന്നതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ എടുക്കുമ്പം ഒരു ഫുൾ നമ്മൾ എത്ര കഴിക്കാൻ എത്ര വേണം, അതിൻ്റെ ഒരു 1/4 ഭാഗം മാറ്റി വെച്ച് അത്ര എടുക്കുക. വയർ നിറയുന്ന അത്ര എടുക്കുന്നത് എത്രയാണ് അതൊന്ന് ഒരു ഇത്തിരി മാറ്റി വെച്ചെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, രണ്ടാമത് പോയി ഫുഡ് എടുക്കില്ല എന്നും ഉറപ്പിക്കുക. ഒറ്റ തവണ ഞാൻ എടുക്കുള്ളൂ, എടുക്കുന്ന ഇത്രയും. പതുക്കെ കഴിക്കുക, ചവച്ചരച്ച് പതുക്കെ കഴിക്കുക. ഹറി ചെയ്യരുത് കേട്ടോ. ഹറി ചെയ്ത് ഇവിടെ ഒന്നും ആരും നേടിയിട്ടില്ല. അതൊക്കെ പെട്ടെന്ന് നിങ്ങൾ പോവും. എസ്പെഷ്യലി ഭക്ഷണം സമാധാനത്തിലിരുന്ന് കഴിക്കുക. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ്ഫുൾനെസ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ നമ്മൾ മെല്ലെ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറേ നമ്മളോട് തന്നെ സംസാരിക്കേണ്ടി വരും. നമ്മുടെ ബ്രെയിനിനെ വേറെ എന്തെങ്കിലും സ്ഥലത്തേക്ക് ഇട്ടാൽ നമുക്ക് ഈ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരില്ല. അപ്പം നമ്മൾ ഫോണിൽ കുറേ നേരം ഇരുന്ന് നമുക്ക് ഞാൻ കുറച്ച് മൈൻഡ്ഫുൾ ആവണം എന്നുള്ള കാര്യം നമുക്ക് മറന്നു പോകും. ഇപ്പം നമ്മൾ വീട്ടിലാരോടെങ്കിലും സംസാരിക്കുക, അല്ലെങ്കിൽ പുറത്താരോടെങ്കിലും സംസാരിക്കുക, ചില സമയത്ത് അങ്ങനെ സംസാരിക്കേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അയാളടുത്ത് അത്രയും നേരം ഇരിക്കേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും നേരം ഈ യൂട്യൂബ് നോക്കേണ്ടിയിരുന്നില്ല, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു ഫീലിംഗ് വരില്ലേ. അതൊരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് മൈൻഡ്ലെസ് ആയിട്ട് നമ്മളോരോ കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ മൈൻഡ്ഫുൾ ആവണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു സെക്കൻഡ് ഒന്ന് ആലോചിക്കണം, ഇത് ഞാനിപ്പോൾ ചെയ്യണോ, ഇത് ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ. അങ്ങനെ ഓരോന്നും നമ്മൾ പ്ലാൻ ചെയ്യാം മനസ്സിൽ. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് ഓർഗനൈസ്ഡ് ആവണം നമ്മുടെ ലൈഫ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ. പല സമയത്ത് നമ്മൾ ഫോൺ എടുത്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇമ്പോർട്ടൻറ്റ് നോക്കാൻ വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലും എടുത്തായിരിക്കും. അതിനുശേഷം നമ്മൾ വേറെ ഏതോ വഴി തെറ്റിക്കാൻ പോകില്ലേ. എന്നിട്ട് അവസാനം നമ്മൾ ഞാൻ എന്തിനാണ് ഇവിടെ വന്നേ, എന്ത് നോക്കാനായിരുന്നു വന്നതെന്നിങ്ങനെ ആലോചിച്ചിരിക്കാറില്ലേ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മൈൻഡ്ലെസ് ആയിട്ട് നമ്മളൊരു പരിപാടി ചെയ്യുന്നുണ്ടാവും. നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്, ഫോൺ എടുക്കുകയാണ്, അങ്ങനെ ആ സമയത്തൊക്കെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മുടെ അടുത്ത് പറയാം, ഞാനിത് എടുക്കുന്നത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ നമുക്കത് ഓർമ്മയുണ്ടാവും, നമ്മൾ ആ പാതയിൽ പോകും. എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് നമ്മളിപ്പോൾ ഈ പരിപാടി ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അത് എന്ത് പരിപാടി വേണമെങ്കിലും ആവാം കേട്ടോ. നമ്മൾ അടുക്കളയിലേക്ക് പോകുന്നു, എന്തിനാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ എണീക്കുമ്പോൾ ആലോചിക്കണം. നമ്മൾ ലാപ്ടോപ്പ് ഓൺ ചെയ്യുന്നു, എന്തിനാണ് ഞാനിത് ഓൺ ചെയ്തത്. അപ്പോൾ ആ വൈ ആർ യു ഡൂയിങ് ഇറ്റ്, അത് നമുക്ക് കോൺഷ്യസ് ആയിട്ട് എല്ലാം ചെയ്യുമ്പം ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക സ്വയം. അത് എല്ലാ സ്ഥലത്തും ഇത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ പ്രശ്നം അപ്പോൾ എല്ലാവർക്കും നമ്മളങ്ങനെ അളന്നു മുറിച്ച് ജീവിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ അളന്നു മുറിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്. അത് അറിയുമോ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യുക. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയുമോ. ഒരു ചെറിയൊരു ചെക്ക്, നമ്മൾ ഈ ഒഴുക്കിപ്പെട്ട് പോവാണ്ട്
അത് കഴിഞ്ഞ് അവിടുന്ന് ഓരോ വാക്ക് സംസാരിക്കുമ്പോൾ ഞാനിത് സംസാരിക്കണോ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇന്ന സമയം വരെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാണ്, ഞാൻ സംസാരിക്കാൻ പോവാണ്, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇത്ര സമയം വരെ എൻജോയ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇപ്പോൾ ഈ യൂട്യൂബൊക്കെ എടുക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകില്ലേ, അപ്പോൾ ഞാനൊരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. കുറേ ആപ്സ് ഉണ്ട്, ആപ്പ് സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇത്ര സമയമേ നമുക്കൊരു ആപ്പ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ചോദിക്കണം ഇത് വേണോ, എന്നിട്ട് മാത്രമേ പ്രൊസീഡ് ചെയ്യേണ്ടൂ എന്ന്. അപ്പോൾ അതിൽ സ്ട്രിക്റ്റ് ബ്ലോക്കൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വളരെ നല്ലതാണ്. നമ്മൾ ടൈം സേവ് ചെയ്യാൻ, നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കും. എന്നുവെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിലെ മെയിൻ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ അതിനുള്ളിൽ ഇങ്ങനെ മുങ്ങി വേറൊരു പരിപാടി നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിക്കണം എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ആപ്സിൻ്റെ ഒക്കെ മെയിൻ ഒരു ഉദ്ദേശം. നമ്മൾ അതിൽ പെട്ടുപോകാണ്ട് നമ്മുടെ സന്തോഷത്തിന് സൗകര്യത്തിന് ഇത് ഉപയോഗിക്കുക, അല്ലാത്ത സമയത്ത് നമ്മൾ നിർത്തുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആപ്പ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെയാണ് എനിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഉണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ പെട്ടുപോകുന്നതും. 5 മിനിറ്റ് നോക്കാമെന്ന് വിചാരിക്കും, അവസാനം 1 മണിക്കൂർ 2 മണിക്കൂർ അതിനുള്ളിൽ ഇരുന്ന് പോകും. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യാനും നമുക്ക് മെത്തേഡ്സ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഇനി 5ാമത്തെ കാര്യം, നമ്മുടെ ഈ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്സും കാര്യങ്ങളും പറഞ്ഞില്ലേ, അതിനേക്കാളും ഡിഫിക്കൽട്ടായൊരു സംഭവമാണ് നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ. ചില ആപ്സ് വളരെ നല്ലതാണല്ലേ, അതുമാതിരി ചില ആൾക്കാർ വളരെ നല്ലതാണ്. അവർ നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി തരും, പോസിറ്റീവ് ഫീഡ്ബാക്ക് തരും. അല്ലേ, എടാ നീ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെയല്ലേ വരുന്നത്, നീ അത് ചെയ്യണ്ട, ഇങ്ങനെയല്ലേ നല്ലത് എന്നൊക്കെ രീതിയിൽ നമുക്ക് പുതിയ സജഷൻസ് തരും. ചില ആൾക്കാർ നേരെ മറിച്ച് കുറച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല, അതിന് പകരം നമ്മളെ ബുദ്ധിമുട്ടിക്കും, നമ്മളെ വിഷമിക്കും, നമ്മളെ ഇമോഷണലി ഇങ്ങനെ ടോർച്ചർ ചെയ്യും. അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവർ ഡീൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ അല്ലെങ്കിൽ ടീനേജേഴ്സൊക്കെ ആകുമ്പം ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. നോ പറയാനും അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പറയുന്നത് അല്ല എന്ന് പറയാനൊക്കെ ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാവരും സെൽഫിഷാണ്. പക്ഷേ സെൽഫിഷ് ആവുന്നതുകൊണ്ട് പ്രശ്നമില്ല, വേറെ ആൾക്കാരുടെ ജീവിതത്തിൽ അത് ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ ആ സെൽഫിഷ്നെസ് പ്രശ്നമാണ്. നമ്മളെല്ലാവരും സെൽഫിഷ് ആയാലും നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, ബാക്കി സൊമാലിയിലെ ആൾക്കാർ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണല്ലോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഞാൻ ജീവിക്കുമോ? നമ്മളെല്ലാവരും സെൽഫിഷായേ പറ്റൂ. പക്ഷേ വേറെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാരുടെ ലഞ്ച് ബോക്സിൽ നിന്ന് വാരി കഴിച്ചിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് ഞാൻ എക്സ്ട്രാ എടുക്കാൻ പോകാം, കഴിക്കണ്ട എന്ന് വിചാരിക്കുന്നൊരു തരം സെൽഫിഷ്നെസ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ വരുമ്പോഴാണ് പാട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. ആൾക്കാർ പല ടൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കേണ്ട ആൾക്കാരുണ്ടെങ്കിൽ അവർ റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കാനും നമ്മൾ പഠിക്കണം. പൊതുവെ നമ്മൾ ഈ ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർക്ക് വേറെ ആൾക്കാരുടെ ലൈഫിൽ എന്ത് നടക്കണമെന്ന് ഭയങ്കര ജിജ്ഞാസയായിരിക്കും. അതെന്താ അതിന് കാരണം എന്നറിയോ നിങ്ങൾക്ക്? നമ്മളൊക്കെ ആ ലെവലിൽ കഴിഞ്ഞ് വന്ന ആൾക്കാരായിരിക്കും. ഏതെങ്കിലും പോയിന്റിൽ നമ്മുടെ ലൈഫല്ലാതെ നമുക്ക് വേറെ ആൾക്കാരുടെ ലൈഫ് അവർ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് എംപ്റ്റി ആയതുകൊണ്ടാണ്. നമ്മുടെ ലൈഫിൽ നോക്കാൻ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരുടെ ലൈഫിൽ തിരിഞ്ഞു നോക്കാൻ സമയം കിട്ടില്ല. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കുറേ കാര്യങ്ങൾ, തിങ്സ് വിച്ച് ഐ എൻജോയ് ഡൂയിങ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരുടെ ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അധികം സമയം ഉണ്ടാവില്ല. ഞാൻ പറയണത്, നമ്മൾ വേറെ ആൾക്കാരുടെ ജീവിതത്തിൽ അമിതമായിട്ട് താല്പര്യമായിരിക്കില്ല. ഇപ്പോൾ ഒരു മിനിമം എല്ലാം നമ്മൾ വേണം, ബേസിക് എല്ലാം നമുക്ക് വേണം. വേറെ ആൾക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ, അവർക്ക് അസുഖം ഉണ്ടെങ്കിൽ അന്വേഷിക്കും, അതൊക്കെ വേണം. ഞാൻ പറഞ്ഞാൽ അതല്ലാത്തൊരു അമിതമായ രീതിയിൽ നമുക്കൊരു ജലസിയൊക്കെ വരുന്നത് നമ്മുടെ ജീവിതം എംപ്റ്റി ആയതുകൊണ്ടാണ്. അത് അവരുടെ ജീവിതം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടല്ല, നമ്മുടെ ജീവിതം എംപ്റ്റി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ വേറെ ആൾക്കാരെക്കുറിച്ചൊക്കെ കുറേ അന്വേഷിച്ച് നടക്കുന്നതും നമ്മുടെ ലൈഫിനെ കുറിച്ച് ഫോക്കസ് ഇല്ലാണ്ട് വളരെയധികം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ഹാപ്പി ആക്കാനുള്ളത് ടാസ്കുകൾ, തിങ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഹാബിറ്റ്സ്, ഹോബീസൊക്കെ നമ്മൾ ഫോം ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അതിന് മുമ്പ് ആൾക്കാരെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യമുള്ളത്, ചില ആൾക്കാർ നാർസിസിസ്റ്റാണ്, വളരെ മോശം ആൾക്കാരാണ്. അവർക്ക് അവരുടേതായ ജീവിതം മാത്രമേ ഉള്ളൂ, വേറെ ആൾക്കാരുടെ സുഖ സന്തോഷം അതൊന്നും അവരുടെ മനസ്സിലേ ഇല്ല. അവരുടെ കാര്യങ്ങൾ മാത്രം. സെൽഫിഷ്നെസ് എന്നൊക്കെ പറഞ്ഞാൽ അത് കുറവാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു മിനിമം സെൽഫിഷ്നെസ് എല്ലാവരുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ഇതല്ലാണ്ടൊരു ലിമിറ്റിൽ അവരുടെ ചുറ്റുമാണ്, അവർ കാരണമാണ് ഈ ലോകം ഇങ്ങനെ നടക്കുന്നത്, അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ള. അവരുടെ കാര്യങ്ങളാണ് ഫസ്റ്റ് നടക്കേണ്ടത്, അവരുടെ കാര്യങ്ങൾ നടന്നാൽ മതി. അങ്ങനെയൊക്കെ ഒരു നമുക്കത് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. അപ്പം എന്നാൽ നാർസിസിസ്റ്റ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു തരം ആൾക്കാരാണ് ലോകത്ത്. അപ്പോൾ അതിനെക്കുറിച്ച് നാർസിസിസ്റ്റിനെ കുറിച്ചുള്ള വീഡിയോസ് കൂടുതൽ ചെയ്യുന്ന ഡോക്ടർ രമണയുണ്ട്. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനത്തെ നാർസിസിസ്റ്റിൻ്റെ ശല്യം ജീവിതത്തിലുണ്ടെങ്കിൽ അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അവർ
നിങ്ങളുടെ ജീവിതം അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർ മാനിപ്പുലേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ടാവും. നമ്മളിപ്പോൾ വിചാരിക്കുന്നത് കറക്റ്റാണോ എന്ന് നമുക്ക് അറിയില്ല. നിങ്ങൾ കുറച്ചുകൂടെ നാർസിസിസ്റ്റിനെ കുറിച്ച് പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഭയങ്കര ഒരു തലവേദന ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊന്നുമല്ല, നിങ്ങൾക്കൊരു കഴിവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ ആരെങ്കിലും വരുത്തി തീർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നാർസിസിസ്റ്റിൻ്റെ കീഴിലായിരിക്കും മിക്കവാറും. അയാളായിരിക്കും അത് ചെയ്യണത്. അങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് പറയാണ്, അറിയാണ്ട് പോകരുത്. അങ്ങനെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സേവ് ചെയ്യണം. നിങ്ങളെ അവരുടെ ആ കരാള ഹസ്തങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണം എന്നാണ് ഞാൻ പറയണത്. ഇനി ഇപ്പം നാർസിസിസ്റ്റിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് നല്ല ആൾക്കാർ വേണം. എന്ന് വെച്ചാൽ പൊതുവേ ആൾക്കാർ കുറച്ചുകൂടെ ഒരു സപ്പോർട്ടീവ് അങ്ങനത്തെയും കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരെ നിങ്ങളുടെ ചുറ്റും ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ സർക്കിൾ വൈഡൻ ചെയ്തിട്ട് കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടുള്ളതും ലൈഫിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആൾക്കാരായിട്ട് അവരെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അവരെ ഫോളോ ചെയ്യുക. അവരുടെ എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്കും പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതവും നമ്മുടെ ചുറ്റും ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ആപ്സും നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഇതിൽ ഭയങ്കര കീ റോൾ പ്ലേ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആൾക്കാരെ നിങ്ങൾക്ക് അവർ ഭയങ്കര ഡ്രെയിനേഴ്സാണ്, അല്ലെങ്കിൽ അവർ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇടുന്നതെന്നൊക്കെ തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ഭയങ്കര ഷോ ഓഫ് ചെയ്യണം, അപ്പം നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് എംപ്റ്റി ആയി പോവുക എന്ന് വെച്ചാൽ നിങ്ങളെ എന്താ പറയുക അത് കണ്ട് ഭ്രമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെയൊക്കെ മ്യൂട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അൺഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ജീവിതത്തിൽ ആരാണ് നിങ്ങൾക്ക് കൂടെ വേണ്ടത് അങ്ങനത്തെ ആൾക്കാരെ കൂടെ നിർത്തുക. ഇനി നിങ്ങൾക്ക് അങ്ങനത്തെ ടെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മൾ സെൽഫ് അനലൈസ് ചെയ്യണം. എനിക്കങ്ങനെ ടെൻഡൻസി ഉണ്ടോ, എനിക്ക് വേറെ ആൾക്കാരുടെ എൻ്റെ ലൈഫ് ഇത്ര സുഖമില്ല, അതുകൊണ്ട് 2 അടിപൊളി ഫോട്ടോ ഇട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് അസൂയ ആക്കിപ്പിച്ചാൽ എനിക്കൊരു രീതി സന്തോഷം കിട്ടും, അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ നമ്മളും അനലൈസ് ചെയ്യണം. അത് നാട്ടിലെ ആൾക്കാർ മുഴുവൻ മോശം, ഞാൻ ഭയങ്കര നല്ലത് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളിലും മോശം ക്വാളിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ സെൽഫ് ഇടയ്ക്കൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് വേണോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും, വിഷമാവുമോ? അങ്ങനെ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഒക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് റിഫൈൻ ചെയ്ത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ മോശമായി സംസാരിക്കുന്ന എല്ലാവരെയും അകറ്റി നിർത്താമെന്നല്ല പറയണത്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാരാണെങ്കിൽ അവരുടെ അടുത്ത് ഓപ്പണായിട്ട് പറയാം, നീ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇത്ര താല്പര്യമില്ല, ഇങ്ങനെയാണ് എനിക്കിത് വരുന്നത്, അതുകൊണ്ട് നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. അല്ല അങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത കുറേ ആൾക്കാരുണ്ടാവും അല്ലേ, കുറേ തവണ പറഞ്ഞു ചോദിച്ചു ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് വെക്കുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ഫിസിക്കലി ഡിസ്റ്റൻസ് വെക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും ചിലപ്പോൾ. ആ സമയത്ത് പറഞ്ഞോട്ടെ നമ്മൾ മൈൻഡ് അങ്ങോട്ട് കൊടുക്കാണ്ട് രക്ഷപ്പെടുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണിത് ബ്യൂട്ടിഫുൾ ആക്കേണ്ടത്, എന്തൊക്കെ ചെയ്താലാണ്, എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ അത് തന്നെ ഒരു റിച്ച് ആയിട്ടുള്ള ലൈഫ് ആക്കി മാറ്റേണ്ടതെന്ന് അറിയില്ലെങ്കിൽ, നേരത്തെ പറഞ്ഞില്ലേ, അത് അറിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നല്ല നല്ല ഹോബീസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ നല്ലതാണ് കേട്ടോ. ഈ ഹോബീസ് എന്നൊക്കെ പറയുമ്പോൾ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ സ്റ്റാമ്പ് കളക്ഷൻ, കോയിൻ കളക്ഷൻ, അതൊന്നുമല്ല, അതൊക്കെ ഇഷ്ടമുള്ളവർ ചെയ്തോട്ടെ, പക്ഷെ അതൊന്നുമല്ല മെയിനായിട്ട് ആൾക്കാരുടെ ഹോബീസ് ഗാർഡനിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ തുണികൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഉണ്ടാവാം, അതിനൊക്കെ എല്ലാം ഹോബീസായിട്ട് നമുക്ക് കണക്കാക്കാം. എന്താണ് നമുക്ക് ഹാപ്പിനെസ് തരുന്നത്, എന്നാൽ നമ്മൾ സന്തോഷമുള്ള ആൾക്കാരാക്കുന്നത്, അതൊക്കെ നമ്മുടെ ഹോബീസാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഹോബീസ് അറിയില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എന്താണ് കൂടുതലും എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾ പൊതുവേ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യാറ്? ചിലർ ഈ തുണിയൊക്കെ ഉണ്ടാക്കുന്നത്, ക്ലോത്ത്സ് സ്റ്റിച്ചിങ്ങും സോയിങ്ങും അല്ലെങ്കിൽ എംബ്രോയ്ഡറി അല്ലെങ്കിൽ വേറെ ആർട്ട് വർക്ക് തുണിയുടെ മുകളിൽ ഓരോന്നൊക്കെ ചെയ്യുന്നത്, അതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സാധനമാണോ നിങ്ങൾ ഫോളോ ചെയ്യാറ്? അല്ലെങ്കിൽ ചിലർ ഈ നല്ല ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ, അതൊക്കെ നല്ല രസത്തിൽ എങ്ങനെ എടുത്തേക്കണേ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നമ്മൾ വാച്ച് ചെയ്യുന്ന വീഡിയോസ് ശ്രദ്ധിച്ചാൽ മതി, നമ്മളൊക്കെ എന്താണ് ഇൻട്രസ്റ്റ് ചെയ്യണമെന്ന് നോക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ഇഷ്ടമാണെങ്കിൽ അതിന് ചെറിയ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൽ എത്രയോ ഫ്രീ കോഴ്സസ് ഉണ്ടല്ലോ, എന്നൊരു 2 സാധനം എടുത്തിട്ട് അതൊക്കെ പഠിക്കുക. നൂല് സൂചി എടുത്തിട്ട് എങ്ങനെയാണ് ഈ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഡ്രസ്സിലൊരെണ്ണം ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കുക. ഫോട്ടോഗ്രാഫി ആണെങ്കിൽ നിങ്ങൾക്ക് ഫോണിലെ ക്യാമറ വെച്ചിട്ട് എങ്ങനെ വൃത്തിക്ക് നല്ലൊരു ഫോട്ടോ വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രത്യേകതര എഡിറ്റിംഗ് ഉണ്ട്, അതെങ്ങനെ ചെയ്തേ, ഫോണിലൊക്കെ ഇഷ്ടംപോലെ ഫ്രീ ആപ്സില്ലേ, അത് വെച്ച് ചെറിയൊരു വീഡിയോ എങ്ങനെ എടുക്കുന്നത്, എന്നിട്ട് അതങ്ങ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ചെറിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നുണ്ടാവും. എന്നെ ഫോളോ ചെയ്യുന്ന കുറേ പേര് ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ലാംഗ്വേജ് കോഴ്സിന് വേണമെങ്കിൽ ജോയിൻ ചെയ്ത് ആ സ്കില്ല് റെഡിയാക്കാം. അപ്പോൾ എൻ്റെ കോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇംഗ്ലീഷൊന്നും കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും ലാംഗ്വേജ് പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ ചൈനീസ് പഠിക്കുക. അപ്പോൾ ചൈനീസൊക്കെ ലോകത്തിൽ കുറേ ആൾക്കാർ സംസാരിക്കുന്ന ലാംഗ്വേജാണ്, അതൊക്കെ ഒരു സ്കില്ലാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി എന്താ പറയുക, നീഹോ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷമാണ്. അങ്ങനെ നീഹോ എന്നാണോ ചൈനീസിൽ പറയാൻ എനിക്കറിയില്ല, വീഡിയോ കേട്ടൊരു ഓർമ്മ കേട്ടോ ഞാൻ പറയണത്. അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുക. അപ്പോൾ ലാംഗ്വേജ് പഠിക്കുന്നത് ബ്രെയിനിനും വളരെ നല്ലതാണ്, നമ്മളതിനെ എൻഗേജ്ഡ് ആക്കി നിർത്തുക. സ്കൂളിലൊക്കെ നമ്മൾ എത്ര ഇരുന്ന് പഠിച്ചിരുന്നു ഓർമ്മയുണ്ടോ?
പിന്നെ നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്യണേ ഇല്ലല്ലോ, ജനറലി പോയി ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, അധികം കണ്ട് നമ്മൾ പ്രവർത്തിക്കാത്തൊരു യന്ത്രമായിട്ടില്ലേ ബ്രെയിൻ. അപ്പോൾ എന്തെങ്കിലും ലാംഗ്വേജൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഈ വയസ്സാകുമ്പോൾ വരുന്ന ഒരു അസുഖങ്ങളൊക്കെ ഇല്ലേ, ഓർമ്മ ശക്തി നഷ്ടപ്പെടുന്നത്, അതിനൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനത്തെ ലാംഗ്വേജസൊക്കെ പഠിക്കണേ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സ്കിൽ ഡെവലപ്പ് ചെയ്യുക. ഇനി അല്ല നിങ്ങൾക്ക് ജിം ബോഡീസൊക്കെ കാണാൻ, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും അങ്ങനെ നല്ല ബോഡി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കാണാൻ, വെയിറ്റ് ലോസ് അങ്ങനത്തെ ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ന്യൂട്രീഷൻ കോഴ്സ് എടുക്കുക. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ എങ്ങനെയാണ് ഓരോരോ ഭക്ഷണം അതിൻ്റെയൊക്കെ ന്യൂട്രീഷൻ എങ്ങനെയാണ്, ഏതൊക്കെയാണ് നമുക്ക് പ്രോട്ടീൻ കൂടുതൽ തരുന്നത്, എന്നിട്ട് അതിൻ്റെ ഫുഡ് വെറൈറ്റീസൊക്കെ ഒന്ന് പരീക്ഷിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു ഹോബി നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ ലൈഫിൽ. അങ്ങനെ ഹോബീസ് ഒന്നുമില്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര എംപ്റ്റി ആയിരിക്കും നമ്മുടെ ലൈഫ്. ഇനി അടുത്ത പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്തു തീർക്കേണ്ട അല്ലെങ്കിൽ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതുക. ഒരു 3 എണ്ണം എഴുതുക. എന്താണ് ലൈഫിൽ, ഇപ്പോൾ ഞാൻ പറയുന്ന ഡെയിലി ടാസ്ക് അല്ല, ഇന്ന കാര്യങ്ങൾ. എനിക്ക് ഒരു വീട് വാങ്ങും, അല്ലെങ്കിൽ എനിക്ക് ജോലിയിലൊരു പ്രൊമോഷൻ വേണം, അല്ലെങ്കിൽ ജോലി ഒന്ന് മാറണം, ഇന്ന ജോലിയാണ് വേണ്ടത്. അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോള്, ഒന്നല്ല 3 ഗോൾസ് അങ്ങനെ സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എപ്പോഴാണിത് ചെയ്തു തീർക്കാൻ പറ്റുക എന്നുള്ളൊരു ഡേറ്റും കൊടുക്കുക. ഏകദേശം എപ്പോഴാണ് എനിക്കിത് വേണ്ടത്, റിയലിസ്റ്റിക് ആയിട്ടോ. ഇതൊന്നും ഇങ്ങനെ ഒരു 2 വർഷത്തിനുള്ളിൽ, നമുക്ക് ഒട്ടും കാശോ സേവിങ്ങോ ഒന്നും ഇല്ലാന്ന്, 2 വർഷത്തിനുള്ളിലൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ജോലിയൊന്നും ഇല്ലെങ്കിൽ, വരുമാനം ഇല്ലെങ്കിൽ നമുക്കത് റിയലിസ്റ്റിക് അല്ലല്ലോ. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് എപ്പോഴാണ് അത് അച്ചീവ് ചെയ്യാൻ പറ്റുക, എന്നിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ നിങ്ങൾ എങ്ങനെയാണ്. ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാസം, അല്ലെങ്കിൽ ഒരു വർഷം നമ്മൾ ഇത്രയും സേവ് ചെയ്യണം, അല്ലെങ്കിൽ മാസം ഇത്ര, അല്ലെങ്കിൽ ഒരു ആഴ്ച ഇത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പ്ലാൻ ഔട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഒരു ദിവസം എത്ര ചെയ്യണം, അല്ലെങ്കിൽ ഒരാഴ്ച എത്ര ചെയ്യണം, എത്ര സേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഒരു എൻട്രൻസ് എക്സാം ആണെങ്കിൽ, അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ ഗോൾ എന്ന് വെച്ചാൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ദിവസം നിങ്ങൾ എത്ര വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അപ്പോൾ അതിൽ ഓരോ ദിവസവും ചെറിയ ചെറിയ എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കേണ്ടതുണ്ടാവും. ആ സ്റ്റെപ്സാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയുള്ളത്. നമ്മൾ എൻഡ് ഗോൾ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കേ നമ്മൾ വേണ്ട, നമ്മൾ ഓരോ ദിവസവും എടുക്കേണ്ട സ്റ്റെപ്സ് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് വീഡിയോ കാണുമ്പോൾ പ്രശ്നം വെച്ചാൽ നമുക്ക് എല്ലാവരും കേട്ട് ഓക്കെ റെഡിയാണെന്ന് പറയും, പക്ഷെ അപ്പോഴേക്കും വീഡിയോ തീരുമ്പോഴേക്കും നമ്മളത് മറന്നു പോകും. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം ഒരു ഫയലായിട്ട് തരാം കേട്ടോ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള എഴുതിയിട്ട് ഒരു സംഭവം തരാം. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ വെച്ചോളൂ, ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കിക്കോളൂ, വാൾപേപ്പറൊക്കെ ആക്കാൻ പറ്റുമെങ്കിൽ ആക്കി വെച്ചോളൂ. അപ്പോൾ നിങ്ങൾക്കതൊരു ഓർമ്മ ഉണ്ടാവുമല്ലോ. ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹറി ചെയ്യരുത്. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റോട് ലിങ്ക്ഡാണിത്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല. എനിക്കറിയാം നിങ്ങൾക്ക് അതിനുള്ള ഭയങ്കര ആവേശമുണ്ട്, പെട്ടെന്ന് വേണം. ഈ ഇൻസ്റ്റൻ്റ് എല്ലാം ചെയ്തു തീർക്കുക, ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടാനുള്ളൊരു ഭയങ്കര ഒരു വെമ്പൽ നമ്മുടെ ഉള്ളിലുണ്ടാവും. അങ്ങനെ വർക്ക് ചെയ്യില്ല പല കാര്യങ്ങളും. നമുക്ക് ജീവിതത്തിൽ അച്ചീവ് ചെയ്യേണ്ട പല കാര്യങ്ങളും ഈ ഉറുമ്പ് മെല്ലെ മെല്ലെ ചെയ്ത് തീർക്കുന്ന, അങ്ങനെ അരിമണി ഇങ്ങനെ പെറുക്കി ഡിസ്റ്റൻസ് ഇങ്ങനെ പോയി അവിടെ കൊണ്ടുവച്ച് പിന്നെ തിരിച്ചു വന്നെടുത്ത് നിന്ന് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ പേഷ്യൻ്റ് ആയിരിക്കുക, ഹറി ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്കൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുത്തണം, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിന് ക്വിക്ക് ഫിക്സസ് അല്ലേ, പെട്ടെന്ന് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ ഇതിനിപ്പോൾ ആരും കാണില്ല റെഡിയായി എന്ന് വിചാരിക്കുന്നതിന് പകരം ലോങ് ലാസ്റ്റിംഗ് നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നിങ്ങളെ ഒരു 10 വർഷം 20 വർഷം കഴിഞ്ഞിട്ട് കാണേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ഉണ്ടാവേണ്ടത്, അങ്ങനെ ആവണമെങ്കിൽ അതിൻ്റെ തലേ ദിവസം അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. മെല്ലെ മെല്ലെ അത് നിങ്ങളുടെ ജീവിതമായി മാറണം. അതുകൊണ്ടാണ് ഹാബിറ്റ്സ് ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഹാബിറ്റ്സ് നമ്മളിങ്ങനെ ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഫോൺ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച്, രാവിലെ എണീക്കുന്നതിനെക്കുറിച്ചൊക്കെ അങ്ങനത്തെ ഹാബിറ്റ്സ് ഫോം ചെയ്യാം. പിന്നെ നമ്മൾ ഈ ആമയും മുയലിൻ്റെയും കഥ പറയാറില്ലേ, ചെറുപ്പത്തിൽ പഠിച്ച ആ കഥ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫിൽ നമ്മൾ മറന്നു പോകുമ്പോഴാണ് പ്രശ്നം വരിക. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പതുക്കെ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ചെയ്യുമ്പം അതിനൊറ്റ ദിവസം വലിയൊരു സംഭവം ചെയ്യുന്നതിനേക്കാളും എഫക്റ്റ് ഉണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയേണ്ടത്, ഇങ്ങനെ കുറേ നമ്മളിങ്ങനെ ഇതൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ ഒരു ട്രാക്കിലേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മൾക്ക് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് ഉറക്കം കോംപ്രമൈസ് ചെയ്യുന്നതാണ്. ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ പരിപാടികളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഉറങ്ങുന്നത് ആരോഗ്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇതൊന്നും എക്സസൈസിനേക്കാളും ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നന്നായിട്ട് ഉറങ്ങുന്നത്. അതുകൊണ്ട് ഉറക്കം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. കുട്ടികളൊക്കെ ആണെങ്കിലും രാത്രി ലേറ്റായിട്ടിരുന്ന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്താൽ ഉറക്കമൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കാരണം രാവിലെ ഞാൻ പറഞ്ഞില്ല 1/2 മണിക്കൂർ മുമ്പ് എണീക്കണമെന്ന്, അതിൻ്റെ അർത്ഥം നിങ്ങൾ ഉറക്കം കോംപ്രമൈസ് ചെയ്യണമെന്നായിരിക്കരുത്. 8 hours എങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അതുമാതിരി
നമുക്ക് മെല്ലെ മെല്ലെ ഈ ബാഡ് ഹാബിറ്റ്സ് നിങ്ങൾക്ക് വല്ലതുണ്ടെങ്കിൽ ഡ്രിങ്കിങ് സ്മോക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാം. ഞാൻ പറഞ്ഞില്ലേ, ഹെൽത്ത് ഉണ്ടെങ്കിലേ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഗോൾസും ലൈഫൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാഡ് ഹാബിറ്റ്സ്, ഞാൻ അങ്ങനത്തെ ആളല്ല, ഞാൻ വലിക്കുന്നത് കുടിക്കുന്ന ആളല്ല, അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തുക. അപ്പോൾ ഈ കുടിക്കുന്നതിനൊക്കെ വളരെ ന്യായീകരിക്കാറുണ്ടോ, 1-2 അടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ. ആൽക്കഹോളിന് സേഫ് കൺസംഷൻ ലിമിറ്റ് ഇല്ല എന്നാണ്. എന്ന് വെച്ചാൽ സേഫായിട്ട് ഇത്രയും കഴിക്കാനൊരു അളവില്ല. എത്ര നിങ്ങൾ കൺസ്യൂം ചെയ്താലും അത് ആരോഗ്യത്തിന് മോശമാണെന്നാണ് പറയണത്. അപ്പോൾ ഒരു സ്ഥിരം ഡയലോഗ് ഉണ്ട്, നമ്മൾ വണ്ടി ഇടിച്ചാണെങ്കിൽ ചാവില്ലേ എന്ന് വെച്ചിട്ട് വണ്ടികളില്ലേ, വണ്ടി ഇടിച്ച് ചാവണം നിർബന്ധമില്ലല്ലോ. പക്ഷേ ഈ ആൽക്കഹോളൊക്കെ കുടിച്ച് നമ്മുടെ ഇതിനെയൊക്കെ അത് ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാനും സേവ് ചെയ്യാനും പറ്റിയ, നമ്മുടെ ഹെൽത്തിനെ സേവ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ. നിങ്ങൾക്ക് ഞാൻ പറയുന്നൊരു വെറുതെ പ്രീച്ചിങ് ആയി തോന്നുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും ആരോഗ്യമായി ഇരുന്നാലല്ലേ നമുക്ക് നമ്മുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മളിങ്ങനെ മോട്ടിവേഷൻ കാര്യങ്ങളോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കൊരു റെഡിയാക്കാം, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ വീണ്ടും ഇങ്ങനെ കെട്ടുപോകും. അപ്പോൾ അതൊക്കെ സ്വാഭാവികം കേട്ടോ, അതിലൊന്നും വിഷമം വിചാരിക്കണ്ട. ഇടയ്ക്കൊന്ന് ഒരു മോട്ടിവേഷൻ വരും, പിന്നെ അതൊക്കെ പോയി, അങ്ങനെ വിചാരില്ല. അത് അങ്ങനെ തന്നെ എല്ലാവർക്കും കണ്ടിന്യൂസ് ആയിട്ട് ആർക്കും ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരുടെ, അല്ലെങ്കിൽ നമുക്ക് ആരെയാണ് ആവാൻ ആഗ്രഹം അവരുടെയൊക്കെ ബുക്സ് വായിക്കാം. റീഡിങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്, ബിസിനസ് ബിൽഡ് ചെയ്യുന്ന ബുക്സ്, അങ്ങനെ ഓൺട്രപ്രനേഴ്സിൻ്റെ ബുക്സ്. നിങ്ങൾക്ക് അതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല അച്ചീവേഴ്സിൻ്റെ ബുക്ക്, നിങ്ങൾക്ക് ഇപ്പോൾ IAS എഴുതിയെടുക്കണം അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ എഴുതിയെടുത്ത അവരുടെയൊക്കെ ബുക്സും അവർ പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അല്ല പിന്നെ നമ്മുടെ സഫാരി ചാനലിൽ കുറേ അങ്ങനെ നല്ല അവരുടെ ലൈഫ് ഹിസ്റ്ററി എങ്ങനെയാണ്, അവരുടെ ബയോഗ്രഫി പോലെ അവർ പറയുന്ന വീഡിയോസൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഇടയ്ക്കൊന്ന് പ്രചോദനം ഉൾപ്പെടുക. യൂട്യൂബിൽ നിന്നും ഫുള്ളി മാറ്റി വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് 0-1 എന്നുള്ള രീതിയിലാവാണ്ട് അത് നമ്മുടെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുക, എന്നിട്ട് അത് സ്റ്റിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെപ്പോലെ പ്രശ്നമുള്ള ആൾക്കാർ എങ്ങനെയത് ഓവർകം ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങൾ വായിക്കുക. അങ്ങനെ സ്ഥിരമായി നമ്മൾ വായിക്കണം. വായിക്കുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് ഇവരുടെ കാര്യം മാത്രമല്ല, ഫിക്ഷൻ നോൺ ഫിക്ഷൻ എല്ലാം വായിക്കണം, കഥ പുസ്തകങ്ങളും എല്ലാം വായിക്കണം. അതൊരു വായിക്കുന്നത് നമ്മുടെ ബ്രെയിനിനെ ഭയങ്കരമായിട്ട് മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വായിക്കുന്നത് പതുക്കെ ഇങ്ങനെയല്ലേ വായിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ സിനിമയിലോ അല്ലെങ്കിൽ വീഡിയോയിലോ കാണുന്ന പോലെ പടപടയെന്ന് പോകുന്നില്ലല്ലോ കാര്യങ്ങൾ. അപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് ബ്രെയിനിൽ അത് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്ത് ക്രിയേറ്റീവായിട്ട് അതിനൊരു വേറെ ഒരു തലയിലൊരു പ്രോസസ്സ് നടക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അവസാനം പറയാനുള്ളത്, നമ്മൾ പല മണ്ടത്തരങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അതിനൊന്നും നമ്മളിങ്ങനെ നീ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ പോയത് എന്നുകൊണ്ട് സ്വയം ഇങ്ങനെ വിമർശിച്ച് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. 1-2 തവണ വേണമെങ്കിൽ പറഞ്ഞു, അതിൽ കൂടുതലൊന്നും പറയണ്ട. അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും പറ്റും, കുറേ മണ്ടത്തരങ്ങളും ചെയ്യും. പക്ഷെ അതൊക്കെ എന്തെങ്കിലും മനസ്സിലാക്കി മൂവ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ് കേട്ടോ. പിന്നെ തെറ്റുകളൊക്കെ നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മളത് വരുത്താതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ ഒരു ചെറിയ കുട്ടീനെ നമ്മളെങ്ങനെ സാറിലടാ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ടേക്ക് നയിക്കണോ, അതുപോലെ നമ്മളൊരു കുട്ടിയാണ്. നമ്മളെല്ലാവരും കുട്ടികളാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കുറച്ച് കാലം ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കുട്ടിത്തം എന്ന് വെച്ചാൽ ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുമെന്നൊന്നുമില്ല. നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുട്ടീനെ നമ്മൾ സാറില്ല പോട്ടെ മോനെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ലേ, അതേപോലെ നമ്മളെ തന്നെ ഇങ്ങനെ മിസ്റ്റേക്സ് പറ്റുമ്പോൾ ഫൊഗീവ് ചെയ്ത് ഇനി ചെയ്യാതിരിക്കാമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒന്നേ ഉള്ളൂ, ഇനി അത് കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല. ഇത്രയും നല്ലൊരു ജന്മം നമുക്ക് കിട്ടിയല്ലേ, പടപടയെന്ന് പോകാണ്ട് നമുക്ക് പറ്റാവുന്നിടത്തോളം ഹാപ്പിയായി നമുക്ക് ചെയ്യാൻ ആഗ്രഹങ്ങളൊക്കെ ചെയ്ത് വർക്ക് ചെയ്ത് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ അതൊക്കെ അച്ചീവ് ചെയ്ത് വൃത്തിയാക്കാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു എയിം ചെയ്ത് അത് എത്തിയില്ലെങ്കിലും ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ നല്ലൊരു സംഭവം ആവും. അപ്പോൾ അതൊക്കെ ചെയ്യാം. പിന്നെ ഏറ്റവും അവസാനം എനിക്ക് പറയാനുള്ളത്, കിടക്കുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം ഏറ്റവും നന്നായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നന്നായി നമ്മൾ ചെയ്തിട്ടുള്ള സന്തോഷം നമുക്കുണ്ടാവില്ലേ. ചിലപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പപ്സ് വാങ്ങിച്ചു കൊടുത്തായിരിക്കും, കുഴപ്പമില്ല. എന്തെങ്കിലും നല്ല കാര്യത്തെക്കുറിച്ച് നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് മനസ്സിൽ ഇന്ന് എന്നെ ഏറ്റവും ഹാപ്പി ആക്കിയത് ഇന്ന കാര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞ് കിടക്കുക. അപ്പോൾ ആ ദിവസം നമുക്കൊരു ഹാപ്പി ആയിരിക്കും. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈവൻ പപ്സ് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തത് പോലും അല്ല കേട്ടോ. ഐ എം ഹാപ്പി ദാറ്റ് ഐ എം ഹെൽത്തി. ഒരാഴ്ച പനിയായിരുന്നു, അത് മാറി, ബോഡി ഹെൽത്തിയാണ്, ഐ എം റിയലി ഹാപ്പി അബൌട്ട് ദാറ്റ്. അങ്ങനെ നമുക്ക് ഒരു കണ്ണുവേദന, ചെവിവേദന, പല്ലുവേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് ഹാപ്പി ആവാൻ. അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക, വീട്ടിൽ ആരെങ്കിലും ഉണ്ട് നമ്മൾ വളരെ സ്നേഹിക്കുന്നത്, അതൊരു ഹാപ്പിനെസ്സാണ്. അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കിടക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് ആ ദിവസം എൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു എന്താ പറയുക ചെറിയ ചെക്ക് ലിസ്റ്റ് ഞാൻ തരാം. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ. കാരണം എപ്പോഴും വീഡിയോ കണ്ടത് പിന്നെ പോവും, മോട്ടിവേഷനൊക്കെ പോവും. അത് നമുക്ക് ആ അതിലത്തെ പ്രധാന പോയിൻറ്റ്സ് ഇല്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്,
അത് ഞാൻ തരാട്ടൊരു PDF ആയിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ അറിയിക്കും കേട്ടോ. വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.